Hey all, welcome to the Pro Wrestling Analyst channel. Pro Wrestling ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീഡിയോയിലേക്ക് സ്വാഗതം. Hey all, welcome to the Men's Elimination Chamber reaction video. So, Elimination അതെ Chamber ഒരു eventful event ആയിരുന്നു അല്ലേ? അതെ 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 ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആക്ച്വലി മെൻസ് ചേംബർ മെൻസ് മാച്ച്. എലിമിനേഷൻ ആണ്. ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കോഡിയും ജവാനും കൂടിയാണ് ആക്ച്വലി സ്റ്റാർട്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ചെയ്തിരിക്കുന്നത് ഫസ്റ്റ്. അതെ അതെ ആ, ആ, അതെ. പിന്നെ നമുക്ക് ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഇവന്റ് വിമൻസ് എലിമിനേഷൻ ചേംബർ ആയിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഇപ്പൊ ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്തത് ടിയാന ജെയിംസും ടിഫനി സ്ട്രാറ്റും ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ആസ്ക, ഫോർത്ത് എൻട്രൻസ് ആയിട്ട് അലക്സ ബ്ലിസും, ഫിഫ്ത്ത് എൻട്രൻസ് ആയിട്ട് റിയ റിപ്ലിയും, റക്കൽ റോഡ്രിഗസ് ആയിരുന്നു സിക്സ്ത് എൻട്രന്റ്. അതൊരു നല്ല നല്ല മാച്ച് തന്നെയായിരുന്നു അല്ലേ? നല്ലൊരു ബാക്ക് ആൻഡ് അത്യാവശ്യം ഫോർത്ത് നല്ലൊരു, മാച്ച് ആയിരുന്നു. അതെ അതെ, ഇതൊരു നല്ല ഇതായിരുന്നു. ഇപ്പോൾ കോടി മെൻസ് എലിമിനേഷൻ ചേംബർ ഇപ്പോൾ അത്യാവശ്യം നല്ല പേസിൽ പോകുന്നു. കോടിയും ജവാനും നല്ലൊരു മാച്ചപ്പാണ് ആക്ച്വലി. ജവാന്റെ സ്പീഡും കോടിയുടെ വർക്കും ടെക്നിക്കൽ വർക്കും വെച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. അതെ, കോടിയുടെ ആ ഒരു വെറ്ററൻ സ്കില്ലും സംഗതിയും ജവാന്റെ അത്ലറ്റിക്സും എല്ലാം കൂടെ നമുക്ക് അതെ രണ്ട് അതെ, ഏറ്റവും വലിയ റിവീല് എല്ലാവർക്കും മിസ്റ്ററി ബോക്സ് ആയിരുന്നു. സത്യത്തിൽ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്നിരുന്നാലും ഡാൻ ഹൗസൻ WWE ഡെബ്യൂ ചെയ്തിരിക്കുന്നു. ഡാൻ ഹൗസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡാൻ ഹൗസൻ ഒരു ഇൻഡിപെൻഡൻറ്റ് റെസ്ലർ ആയിരുന്നു. അത് കഴിഞ്ഞ് AEW സൈൻ ചെയ്തു. ഒരു ഒരു തിയേട്രിക്കൽ സ്റ്റൈൽ ഓഫ് ക്യാരക്ടറാണ് ഡാൻ ഹൗസൻ്റെ. ആൾക്കാർക്ക് അത്ര അതെ സുഖിച്ചൊന്നുമില്ല വന്നത്. വേറെ ഒത്തിരി സർപ്രൈസാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. ഡാൻ ഹൗസനെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു മടുപ്പായിരുന്നു. ചെറിയ ആരാന്നുള്ളത്. ബൂവൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതെ അതെ, ആരാന്ന് അധികം ആൾക്കാർക്ക് മനസ്സിലായില്ല ഇത് ചെയ്യുന്നത്. മനസ്സിലായില്ല. അതെ, ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് മനസ്സിലായുള്ളൂ. ഞാനത് ആദ്യം ഓർത്ത് ഈ ക്രേറ്റ് വന്നപ്പോഴത്തേന് അല്ല, ക്രേറ്റ് ഓപ്പൺ ആയിട്ട് പിന്നെ ഒരു കൊഫിൻ വന്നപ്പോഴത്തേന് ഞാൻ ഓർത്തത് തന്നെ അണ്ടർടേക്കറിന്റെ സെറ്റപ്പ് ആണോ ഇതെന്താ ഇങ്ങനെ വീണ്ടും വരുവാണോ എന്നൊക്കെ ഓർത്തു. പക്ഷെ അതൊരു ലോജിക് ഇല്ലല്ലോ. ഡാൻഹൗസനെ അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം റോക്കിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറുണ്ട്. റോക്കൊരു ഫാനാണെന്നാണ് പറഞ്ഞത് ഡാൻഹൗസൻ്റെ. അപ്പം അല്ലേ. ഡാൻഹൗസൻ്റെ ഇന്നൊരു റൂമർ ഉണ്ടായിരുന്നു, AEW റോസ്റ്റർ പേജിൽ നിന്ന് ഡാൻഹൗസനെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ ക്രേറ്റും കൂടെ വന്നപ്പോഴത്തേന്, അല്ലെങ്കിൽ മിസ്റ്റർ ബോക്സും കൂടെ വന്നപ്പോഴത്തേന് എല്ലാവർക്കും ചെറിയൊരു ഹിൻ്റൊക്കെ അടിച്ചു, മിക്കവാറും ഡാൻഹൗസനാണോ ഇനി വരുന്നത്. പക്ഷെ അത് ലേറ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു റൂമർ വന്നത്. പക്ഷെ അതെ, എനിവേസ് അടുത്ത എൻട്രൻസ് ഇപ്പം നമുക്ക് ഇപ്പം ഇതാവാണ്. അതെ, ഇപ്പം ട്രിക്ക് ആണോ, ആരായിരിക്കും അടുത്തത്? നൈറ്റ് ആണോ, ലോഗൻ പോൾ ആണോ, റാൻഡി ആണോ എന്ന് നമുക്കറിയാം. 3, 2, 1. ഓക്കെ, ട്രിക്ക്. അതെ, ട്രിക്ക് വില്യംസ് ആണ് എൻട്രന്റ് ചെയ്യുന്നത്. ഫോർമർ 2-time NXT champion, 1-time TNA World Champion, 1-time North American Champion. ഓക്കെ, ട്രിക്ക്. അതെ, ഇത് ഒരു 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 ഇവര് തമ്മിൽ നല്ലൊരു ഹിസ്റ്ററി ഉള്ളതാണ്. ട്രിക്കും NXT റിയൂണിയൻ എന്നാണ് ജവാനുമായിട്ട്. പറയുന്നത്. അതെ അതെ അതെ, പക്ഷെ അതുകൊണ്ട് നടുക്കാകുമ്പോഴത്തേനും ഒരു ലൈറ്റിന്റെ ഒരു ഫാക്ടർ എന്തോ ഒരു മോശം ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എനിക്കൊരു ഡാർക്ക് ആയിട്ട് വരുന്നുണ്ടോ അങ്ങനെ? ചെറിയ എനിക്ക് ലൈറ്റ് അങ്ങനെ ചെയ്തേക്കുന്നതാന്ന് തോന്നുന്നു. മറ്റേ പോഡ് ഇച്ചിരൂടെ എടുത്ത് കാണിക്കണമല്ലോ. പിന്നെ ഷാഡോ ഉണ്ടല്ലോ, ചേമ്പറിന്റെ ഷാഡോ അതെ വരുമല്ലോ. അത് വല്ലാത്ത ഷാഡാണ്. ഇപ്പൊ ഈ വിമൻസ് എലിമിനേഷൻ ചേംബറിൽ അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയതായിട്ട് ഞാൻ തോന്നിയില്ലായിരുന്നു. അത് പറഞ്ഞപ്പോഴത്തേന് നമുക്ക് വിമൻസ് എലിമിനേറ്ററിനോട് സർക്കിൾ ബാക്ക് ചെയ്യാം. വിമൻസ് എലിമിനേഷൻ ചേംബറിൽ അലക്സ ബ്ലിസ് ആണ് ഫസ്റ്റ് എലിമിനേറ്റ് ആയത്. അത് കിയാന ജെയിംസ് ആണ് അലക്സ ബ്ലിസിനെ ഫോൾ ചെയ്തത്. അതെ അതെ, പിന്നെ അടുത്തത് അടുത്ത രസമായിരുന്നു റക്കൽ റോഡ്രിഗസ്. അതെ, കോടി ഇതിനിടെ പിൻ ചെയ്യാൻ വേണ്ടി നോക്കി, നടന്നില്ല. പിന്നെ ആസ്കയെയും ടിയാന ജെയിംസിനെയും ജാന ബോം അടിച്ചിട്ട് ആണ് ഡബിൾ പിൻ ചെയ്തത്. അതെ, റക്കൽ റോഡ്രിഗസ്. അത് രസമായിരുന്നു, അത് നൈസായിരുന്നു അല്ലേ.
അതൊരു അതല്ലായിരുന്നു പവർ ഹൗസ് പവർ ഹൗസ്. അത് റക്കേലിനെ ഒന്ന് ഷോക്കേസ് ചെയ്യാലോ അവൻ. പക്ഷേ റക്കേലിന്റെ പവർ ഹൗസ് അതെ അവര് കമന്ററിയിലാണല്ലോ ഒത്തിരി ഷോക്കേസ് ചെയ്യുന്നുണ്ടായിരുന്നു, റക്കേൽ ഒരു പവർ ഹൗസ് ആണെന്നൊക്കെ രീതിയിൽ. അതെ അതെ. ഓ പിന്നെ ഡബിൾ ചോക്സ്ലാമോ, ഡബിൾ ചോക്സ്ലാം പിടിച്ചു. നമ്മളിപ്പോ പറഞ്ഞു റക്കേലിന്റെ ഡബിൾ പവർ ഹൗസ് പോലെ. അതിന്റെ കൂടെ അല്ലേ. അതെ അതെ അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കിയാന ജെയിംസിനെയും എസ്കെയും റക്കേൽ എലിമിനേറ്റ് ചെയ്തു. റക്കേൽ റോഡ്രിഗസിനെ ടിഫനി സ്ട്രാറ്റം പ്രട്ടിയസ് മൂൺസോൾട്ട് എവർ അടിച്ച് എലിമിനേറ്റ് ആക്കി. അതെ അതെ. പിന്നെ ടിഫനി സ്ട്രാറ്റും ആക്ച്വലി നമ്മുടെ പ്രിയ ആയിട്ട് ഒരു നല്ല സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നൈസായിട്ട് തന്നെ സംഗതി ചെയ്തായിരുന്നു അവര്. വളരെ അതെ, അതൊരു ബാക്ക് ആൻഡ് ഫോർത്ത് നല്ല രീതിയിൽ തന്നെ പോയിരുന്നു. ഫൈനലി റിയ റിപ്ലി ആണ് വിന്നർ ആയത്. റിയ റിപ്ലി നമ്മളെ ജെയ്ഡ് ചലഞ്ച് ചെയ്യും. ഇപ്പൊ ജെയ്ഡ് ആക്ച്വലി ഇതിലുണ്ടായിരുന്നു, എറീനയിലുണ്ടായിരുന്നു, ഓഡിയൻസിന്റെ ഇടയിൽ എന്ന് വ്യൂ ചെയ്യുന്നുണ്ടായിരുന്നു, മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ബാക്ക് ആൻഡ് ഫോർത്ത് ആണല്ലോ. ജവാന വൻസും ട്രിക്കും കോടിയും കൂടെ നല്ലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. അടുത്ത എൻട്രൻസ് ആവുന്നു. LA നൈറ്റ് ആണോ റാൻഡി ആണോ അതോ ലോഗൻ പോൾ ആണോ? എനിക്കൊന്ന് റാൻഡി ആണെന്ന് തോന്നുന്നു. ലോഗൻ പോൾ. ലോഗൻ പോൾ. രണ്ടും ലോഗൻ പോൾ പറഞ്ഞ എന്നാലല്ലേ ഉള്ളൂ ജവാൻ അവൻസിന്റെ ഒരു സീക്വൻസ് വരണ്ടേ. അത് ഇനിയും കാണാതിരിക്കും. അത് നമ്മൾ ഇച്ചിരി മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ എല്ലാരും ലോഗൻ പോളിന്റെ ഇടയിലാണ് കേട്ടാ. ലോഗൻ പോളിനെ ആർക്കും പിടിക്കത്തില്ല. അതെ അതെ. 3-on-1 ആണ് ഇപ്പൊ നടക്കുന്നത്. ചിക്കാഗോയിൽ ചെറിയൊരു ഇവന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഈ എലിമിനേഷൻ ചേമ്പറിന്റെ കൂടെ. അതിനകത്ത് ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ ലോഗൻ പോളിന്റെ ചെറിയൊരു മാനിക്കും വെച്ചിട്ടില്ല, അതിനായിട്ട് കസേര വെച്ച് അടിക്കാന്നുള്ളായിരുന്നു. അതെ അതെ അതെ. അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ട്, കുറെ നാളായിട്ടുണ്ട്. അതെ, അവന്റെ ക്യാരക്ടർ അത്ര വലിയ ഹീൽ വർക്കായോണ്ട് ക്യാരക്ടർ തന്നെയാണ് ലോഗൻ പോളിന്റെ. നമുക്ക് പല സെലിബ്രിറ്റീസ് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ ഓർക്കും ഇവരെ ഇത് എന്തിനാണെന്നൊക്കെ ഓർക്കും. പക്ഷെ പുള്ളിയുടെ കഴിവ് സമ്മതിച്ചു കൊടുക്കും. സംഗതി ഉണ്ട് പുള്ളിയുടെ അല്ലേ. ഉണ്ട്. എനിക്ക് ആദ്യം ലോഗൻ വന്നപ്പം വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം WWE ഇങ്ങനെ ഒരു എത്ര പേരുണ്ട് ഇവനേക്കാളും ഇതായിട്ടുള്ളവർ, എന്നെ ഡിസർവിങ് ആയിട്ടുള്ളവർ, എന്നിട്ട് ഇവന് ഇതുപോലൊരു സ്പോട്ട് ലൈറ്റ് കൊടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവനൊരു നാച്ചുറൽ ആണ് അവൻ. നല്ലൊരു റൺ ഹൗസ് കിക്ക് കൊടുത്തു. അപ്പൊ അവൻ നാച്ചുറൽ അത്ലീറ്റ് ആവുന്ന, അവനൊരു നാച്ചുറൽ പെർഫോമർ ആവുന്ന അവൻ കാണിച്ചു കൊടുത്തു. അത് പ്രൂവ് ചെയ്തു ആക്ച്വലി. അതുപോലെ തന്നെ ബാഡ് ബണ്ണിയും ആക്ച്വലി ഒരു നല്ലൊരു. അതെ, ബാഡ് ബണ്ണിയും ഒരു നാച്ചുറൽ റെസ്ലിംഗില് നാച്ചുറലാണ്. ബാക്കി എല്ലാം ചുമ്മാ വന്നിരുന്ന സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ള പരിപാടി മാത്രം. ലോങ് ബോൾ ആദ്യം വന്നപ്പോ തന്നെ ഞാൻ ഓർത്തു എന്തിനാണ് ഒരു യൂട്യൂബറിനെ ആക്കിക്കൊണ്ട് എന്തിനാണ് എന്റെ എന്നൊക്കെ ഓർത്തിരുന്നു. പിന്നെ ബ്ലഡിലുള്ള സാധനമാണെന്ന് പിന്നെ മനസ്സിലായി. പിന്നെ വിമൻസിന്റെ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ജെയ്ഡിന് ബിയാങ്ക ആയിട്ടായിരുന്നു ഒരു മാച്ചപ്പ് പ്ലാൻ ചെയ്തിരുന്നേന്ന് തോന്നുന്നു. പക്ഷെ ബിയാങ്ക ഇഞ്ചുർ ആയിരുന്നോണ്ട് റിയ റിപ്ലി നല്ലതാണ്. അവരുടെ മാച്ചപ്പ് നൈസാണ്. ഒരു ബക്ക് ഷോട്ട് ലാരിയറ്റ്, അതാണ് ആഡം പേജിന്റെ ഫിനിഷിംഗ് മൂവ് ആണ്. AEWയിലെ ഹാങ്മാൻ ആഡം പേജിന്റെ. ലോഗൻ പോളും അത് ചെയ്യും. ഓസ്റ്റിൻ തിയറിയും പോൾ ഹേമനും സൈഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. കോഡിയും ലോഗനും ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നു ഇപ്പോ. പിന്നെ നമുക്ക് അടുത്ത എൻട്രൻസ് ആയിരുന്നു. അടുത്ത എൻട്രൻസ് ആക്ച്വലി 5 കഴിഞ്ഞ ഇതില് റിയ റിപ്ലി ആണ് ആക്ച്വലി 5th എൻട്രൻസ് ആയിരുന്നു. ഏറ്റവും കൂടുതൽ എലിമിനേഷൻ ചെയ്യുമ്പോൾ വിക്ടറീസ് ആയതും നമ്പർ 5 നിന്നാണ്. ഫ്രഷ് ആയിട്ട് വന്ന് നമുക്ക് അതിന്റെ മീൻ ടൈം നമുക്ക് വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഒരു നല്ല മാച്ച് തന്നെയായിരുന്നു. ഫിൻ ബാലറും CM Punkന്റെ ഒരു നല്ല മാച്ച് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച തന്നെ
അതെ, അതൊരു CM Punk തന്നെ വിക്ടറീസ് ആയി ആയിരുന്നു നടന്നിരുന്നത്. പിന്നെ അതുപോലെ തന്നെ AJ Lee ആക്ച്വലി ബെക്കിയെ ടാപ്പ് ഔട്ട് ചെയ്ത് സിഗ്നേച്ചർ ബ്ലാക്ക് വിഡോ സബ്മിഷൻ ഹോൾഡ് ത്രൂ വിക്ടറീസ് ആയി. ചാമ്പ്യൻഷിപ്പ് ഇന്റർകോണ്ടിനൽ ചാമ്പ്യനായി. അതുപോലെ തന്നെ ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് ബെക്കി AJ ആയിട്ടുള്ള മാച്ചിൽ ടാപ്പ് ചെയ്യുന്നത്. അപ്പം അതൊരു അങ്ങനെ ഒരു ഹിസ്റ്ററി കിടക്കുന്നു. അതൊരു സ്റ്റോറി ആയിട്ട് അവർ വേണം കണ്ടിന്യൂ ചെയ്യുമായിരിക്കും റെസ്ൽമേനിയ വരെ ഒരു പക്ഷെങ്കിൽ. അതെ അതെ. കാരണം AJ Lee ഒരു ലോങ് ടേമിലോട്ടൊന്നും വെക്കുമൊന്നുമില്ലായിരിക്കും. ഒരു പാർട്ട് ടൈമർ അല്ലെങ്കിൽ കുറച്ച് നാളത്തേന് പുള്ളിക്കാരൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് ഒരു ടൈറ്റിൽ റൺ കൊടുത്ത് ചിക്കാഗോയിൽ CM Punk ആയിട്ടൊരു മൂവ്മെന്റ് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഫീൽ ഗുഡ് മൂവ്മെന്റിന് വേണ്ടി ഒന്ന് ചെയ്തായിരിക്കാം. അതെ അതെ. ലോഗൻ വലിഞ്ഞാടി കയറി പോകുന്നുണ്ട് പോഡിന്റെ മേളിൽ എന്നിട്ട് കയറുന്നുണ്ട്. ജവാൻ എവൻസും പുറകെ കയറിയിട്ടുണ്ട്. നമ്മള് വിചാരിച്ച സംഗതി ഇതാണ് നമ്മൾ കണ്ടതിന്റെ ഉദ്ദേശം തന്നെ. There you go. That's what we are expecting. എല്ലാരും കേറുന്നുണ്ടല്ലോ. LA Knight പറത്തുമെന്ന് തോന്നുന്നു കേട്ടോ രണ്ടും കൂടെ. ലോകനെ പറത്തു പറയുന്നുണ്ട്. എടുത്ത് താഴെ ഇടാം. ലോഗനെ കോടിയുടെയും ട്രിക്കിന്റെ ദേഹത്തോട്ട് സ്പ്ലാഷ് പോലെ മരണത്തിനായി ക്രിസ്മസ് ആയിട്ട് തൂക്കി വെച്ചിരിക്കുന്ന പോലെ അതിലേക്കൂടെ ഒരു ചങ്ങല തിരിച്ചിട്ടേക്കുന്നേ. എന്തേലും ഒരു സംഗതി കാണുമായിരിക്കാം മേ ബി. PFT on top of the പോഡിന്റെ മുകളിൽ. ഓക്കെ. അതെ, AJ Leeക്ക് ആക്ച്വലി 11 വർഷം കഴിഞ്ഞിട്ടൊരു ചാമ്പ്യൻഷിപ്പ് കിട്ടിയതാണ് ആക്ച്വലി. അതും ഷിക്കാഗോയിൽ തന്നെ. പിന്നെ അതെ, അടുത്ത എൻട്രൻസ് നമുക്ക് എല്ലാവരും അറിയാം. ലാസ്റ്റ് എൻട്രൻസ് റാൻഡിയാണ്. വെറ്ററൻ ലെജൻഡ് കിൻഡ്ലർ. റാൻഡി എനിക്ക് 3 ടൈം എലിമിനേഷൻ ചേംബർ വിന്നർ ആണ് അല്ലേ? എനിക്കൊന്ന് പിന്നെ ട്രിപ്പിൾ എച്ച് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിക്ടറീസ് ആയിട്ടുള്ളത്. ചേംബർ 5 ടൈം എന്ന് തോന്നുന്നു. ജോൺസിനും ട്രിപ്പിൾ എച്ചും റാൻഡി അവര് 4. ജോൺസിന് ട്രിപ്പിൾ എച്ച് എനിക്ക് 4, റാൻഡി 3. ഓക്കെ. റാൻഡി 3. എനിക്ക് ഷോൺ മൈക്കിൾസ് ഇല്ല. ഷോൺ മൈക്കിൾസ് ആയിരുന്നു തോന്നുന്നു ഫസ്റ്റ് എവർ വിന്നർ, എലിമിനേഷൻ ചേംബർ വിന്നർ, ഹെവി വെയ്റ്റ് ചാമ്പ്യനായ എലിമിനേഷൻ ചേംബർ. അന്നേരം ചാമ്പ്യൻഷിപ്പിലായിരുന്നപ്പോഴത്തേന് അതൊരു വേറൊരു. അതെ ശരിക്കും പറഞ്ഞാൽ അതാ ഒരു എക്സൈറ്റ്മെന്റ്. എനിക്ക് ഇതിനോടൊരു താല്പര്യമില്ല. ഇതുപോലൊരു മാച്ച് ഒരു അറ്റ്സ്റ്റേക്ക് നമ്പർ 1 കണ്ടൻഡർ ആവാൻ വേണ്ടി ഒരു എലിമിനേഷൻ ചേംബർ മാച്ച് ശരിക്കും പറഞ്ഞാൽ അതിൽ നല്ലൊരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ഇതിനകത്ത് നടത്തുവാണെങ്കിൽ അടിപൊളി. കാരണം ഇടയ്ക്കിങ്ങനെ ഇതുപോലൊക്കെയുള്ള മാച്ചിന് തോക്കണം, ചാമ്പ്യൻഷിപ്പ് കൈമാറണം. എപ്പോഴും 1-on-1 മാച്ചും ആകാതെ പണ്ടത്തെ ഒരു സെറ്റപ്പ്. അത് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആർക്ക് ചാമ്പ്യൻ ആകാൻ പറ്റും, ആർക്ക് വേണേലും ആകാലോ. ഭയങ്കര. അതെ. റാൻഡി നമ്മൾ ആർക്കോ നോവേർ പോകാനുള്ള സാധനം ഇല്ല. DDT അടിച്ച് താഴെ ഇട്ടു. ആരും ഇതുവരെ പോയിട്ടില്ലല്ലേ, ആരും പിൻ ചെയ്തില്ല. പിന്നെ ഇതിന്റെ മാച്ച് AJ Leeയുടെയും ബെക്കിയുടെയും മാച്ചിനകത്തൊരു പ്രത്യേകിച്ച് ഒരു മെൻഷൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജെസിക്ക കാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഇൻവോൾവ്മെന്റ്. അത്യാവശ്യം അതൊരു നല്ലൊരു സംഗതിയായിരുന്നു, ഒരു ചെനാനികൻ. ഓക്കെ, ഇപ്പൊ പറയാലോ ഇനി ഇവള് കാരണം എന്റെ ചാമ്പ്യൻഷിപ്പ് പോയെന്ന് പറയാനായിട്ട് ഒരു അവസരം കിട്ടുമല്ലോ. ഒരു സ്പ്ലാഷ് അങ്ങോട്ട് എറിച്ചില്ല, അങ്ങോട്ട് ശരിക്കും ക്ലിക്കായില്ല. ഇതെന്തോ വരുന്നുണ്ട് സംഗതി. പൾവറൈസർ ലോകം പോളിന്റെ എഫക്റ്റീവ് അടിപൊളി മൂവ് ആണ്. ജെവൻ എവൻസ് പിൻ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് എലിമിനേഷൻ ജെവൻ എവൻസ്.
ആണ്. അല്ല, ഫസ്റ്റ് എലിമിനേഷൻ ലോഗൻ പോൾ ജവാനെ എലിമിനേറ്റഡ് ആക്കി. നമ്മൾ വിചാരിച്ച പോലെ ഒരു സീക്വൻസ് നടന്നില്ലല്ലോ. ഇല്ലില്ല, അവനെ കൊണ്ടുവന്നതിന്റെ ഒരു സംഗതി വന്നിട്ടില്ലല്ലേ. അതെ, അതിനെ പറ്റിയാവാ. ഓ, ചിലപ്പം ഇവരുടെ ലോഗൻ ജവാൻ ഒരു ഫ്യൂഡ് വേണമല്ലോ, അതിനു വേണ്ടിയായിരിക്കാം. റെസൽമേനിയയിലോട്ട് വല്ലതും കാണുമായിരിക്കും. മേ ബി. പക്ഷെ ആ ഒരു കാരണം ഇത് ലാസ്റ്റ് മിനിറ്റ് അല്ലേ, ലോഗൻ പോൾ ലാസ്റ്റ് മിനിറ്റ് ആണല്ലോ. ഇവർക്ക് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നല്ലേ. ഇവന് ബ്രോൺസൺ റീഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ വരണ്ടേ. അപ്പം നൈറ്റ് കോടി കുറച്ച് ഷോൾഡർ മുങ്ങിയായിരുന്നു. റാൻഡി അപ്പർ കട്ട്. ആ ഷാഡോ അടിക്കുമ്പോഴത്തേന് നമുക്ക് ഓർക്കിത് എന്തേലും എന്തോ ഒരു ഇതുപോലെ തോന്നും പെട്ടെന്ന്. അതിനകത്ത് കണ്ണാടി വെക്കാത്തതിനാണോ ആദ്യം ഓർത്തത്. ടിവി ഞാനൊന്ന് പോയി നോക്കി, സംഗതി പുതിയ ചേംബറിന്റെ. അതെ അതെ. റാൻഡി അപ്പൊ ഇനി 5 പേരാണ് ബാക്കിയുള്ളത്. കോടിയാണ് ഇപ്പോഴത്തെ, ആർക്കറിയാം. എനിക്ക് എല്ലാനായിട്ട് ജയിക്കണോ വലിയ ആഗ്രഹം. അതെന്താണ് എല്ലാനായിട്ടിനുള്ള സിഗ്നേച്ചർ മൂവ് ചെയ്യാനുള്ള സമയം. അതൊരു ചെറിയ ആർക്കേക്കുള്ള സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓ, എല്ലാനായിട്ട് തെന്നി. ഓ, ട്രിപ്പ്. ഓക്കേ, അതൊരു മൈനർ ബോച്ച്. കുഴപ്പമില്ല, അവനത് സെല്ല് ചെയ്തു. അതെ അതെ, കുഴപ്പമില്ല. ഇവന് എന്തെങ്കിലും ഒക്കെ ഇതുപോലെ വരുവാണുള്ളത്. മണിയുടെ ബാങ്കിനകത്തും പണി കിട്ടിയ യോഗില്ല അമ്മണിയെ. മണിയുടെ ബാങ്കിനായിട്ടും പണി കിട്ടി. ശരിയാ. ലോ ബ്ലോ. ഓ, ലോ ബ്ലോ. ഓ, ഷൂട്ട്. ഇത് പെട്ടെന്ന് ഓൺ ദ ഫ്ലൈ ചെയ്ത പരിപാടിയാണോ? ഡിസിഷൻ മാറ്റിയതാണോ? നോ വേ. പക്ഷേ സ്റ്റിൽ നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ആയിരിക്കുകയാണ്. ലോഗൻ പോൾ രണ്ട് പേരെ എലിമിനേറ്റ് ആയി. ആ ഒരു ഡോമിനൻസ് ഇപ്പോഴുണ്ട്. പക്ഷേ ഇനിയുള്ളത് നമ്മുടെ ട്രിക് വില്യംസ്, റാൻഡി, കൗഡി ആണ് ഉള്ളത്. ഇതില് ഇത്ര നേരത്തെ എലിമിനേറ്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അതെ. Oh, Trick. Move that. Trick. Okay, he's back in. Okay, Trick. Trick തുടങ്ങി. Come on. അതെ. കോടി കട്ടർ അല്ല, ക്രോസ്. കോടി എടുത്തിട്ട് കളഞ്ഞ അവൻ പിന്നെയായിരിക്കും. ലോഗൻ പോൾ 3 എലിമിനേഷൻ. ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ബ്രോക്ക് ലെസ്നർ ആണെന്ന് തോന്നുന്നു നടന്നിട്ടുള്ളത് അല്ലേ? ഇതെന്തോ അവന്മാര് ചെയ്യുന്നല്ലേ? ലോഗൻ പോൾ ഇനിയിപ്പോ ഇവനെ ജയിപ്പിക്കോ? വാ, എനിക്ക് തോന്നുന്നു ഇനിയും നമ്മുടെ ശരിക്കുള്ള ഇത് വന്നില്ലായിരുന്നല്ലോ. എന്തെങ്കിലും വിഷയമുണ്ടോ ട്രിക്കിന്? ട്രിക്കിന് പരിക്ക് പറ്റിയോ? ഇല്ലല്ലേ. ട്രിക്കിന് എന്തോ ഒരു ആംഗിൾ പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതെ, ശരിക്കുള്ള മാസ്മാൻ വന്നു.
എടാ കഥക് തുറന്നിട്ടുണ്ടാ, കേറാ, ഇതിലെ കൂടെ കേറാ. മേളിൽ കയറും. അവിടെ സെക്യൂരിറ്റി വലിച്ചിറങ്ങി. ഇത് മിക്കവാറും ഇതായിരിക്കും, ആ ഒരു സ്വഭാവമായിരിക്കും, വേറെ ആരെങ്കിലും അതിന് ഇടയ്ക്ക് വരുമായിരിക്കും. മറ്റേ ട്രിക്കിന് പരിക്ക് പറ്റിയോ? ഇതാണ് അടുത്ത ആള്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അടുത്ത എനിക്ക് തോന്നുന്നു സെത്തിന്റെ സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ ഒരു സ്പോട്ട് ഇട്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ, ഒരു മിസ്ഡിറക്ഷൻ ആയിട്ട്. ട്രിക്കിനല്ല ശരിക്കും പറഞ്ഞാൽ പറ്റിയോ? ആക്ച്വലി അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് ഇങ്ങനെ ഇതായിട്ട് പോവില്ലല്ലോ. എപ്പോഴൊക്കെ ഈ കഥ ഈ ചേംബർ ഇത് മെയിൻ ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് ഇച്ചിരി വലിപ്പമൊക്കെ ഉണ്ട്. അതെ അതെ, അവന്റെ ആ ഒരു ബ്രോൺ ആണോ? ജാക്ട് ആണല്ലോ. ഇതാണ് ഒറിജിനൽ. ഇതിപ്പോ ആരാ? അങ്ങനെ ലോഗൻ പോൾ ഹാസ് ബീൻ എലിമിനേറ്റഡ്. മാസ്ക് ഊരാൻ പോവാ. അൺമാസ്ക് ചെയ്യാൻ പോവുകയാണ്. മാസ്ക് മാൻ. Seth Rollins. ഓക്കേ, അപ്പം അതിനൊരു തീരുമാനമായിട്ടുണ്ട്. സെത്ത് റോളൻസ് തന്നെ സെത്ത് റോളൻസിന്റെ മുഖം കൂടി ഇട്ട് സെത്ത് റോളൻസ് തന്നെ സെത്ത് റോളൻസിന്റെ സ്റ്റോമ്പ് അടിച്ചു. എന്തോ ഇവനിപ്പോ എന്നാ എടുക്കുന്നത്? ഇപ്പം ബ്രോൺ ബ്രേക്കർ തിരിച്ചു വരണം, എന്നാലല്ലേ ഇവര് റസൽമേനിയയിൽ ഒരു ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, ഇനി ആ ഓസ്റ്റിൻ തിയറി എന്തിനാണ് അവന് പഴം പോലെ അവിടെ? ഓസ്റ്റിൻ തിയറി ഇൻസൈഡർ ആയിരിക്കും, സെത്തിന്റെ കൂടെ നിൽക്കുന്ന ആളിയനായിരിക്കും. ആ കഴിഞ്ഞ റോയിൽ ചിലപ്പം തിരിയുമായിരിക്കും. ശരിയാ, പക്ഷെ പുള്ളി എന്നപ്പോഴത്തേന് ഈ ലോഗൻ പോൾ അല്ല, നമ്മുടെ പോൾ ഹെയ്മനെ ആക്ച്വലി ഇതെങ്കിലും കാണിച്ചു. അത് ഇതിനകത്ത് ഒരു ചെറിയതുണ്ടായിരുന്നു, ലോഗൻ പോളിനെ ഫേവർ ചെയ്തല്ലോ എലിമിനേഷൻ ക്വാളിഫയറിലോട്ടെ. അങ്ങനെ ഒരു ചെറിയ ഒരു റിഫ്റ്റ് തിയറിയും പോളും അല്ലെങ്കിൽ അവനൊരു അസൂയ വരുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു കഥ വേണേ ഉണ്ടാക്കാമല്ലോ. അപ്പം മെന്ററും മെന്റിയും തമ്മിലുള്ള മാച്ചാണ്. അതെ, അതൊരു നല്ല ഒരു ഇതായിരിക്കും. ഞാൻ പ്രതീക്ഷിച്ചതും ഇവര് തന്നെയാണ് ലാസ്റ്റ്. ഫാറ്റും കൂടെ വാ. ഇത് എനിക്ക് തോന്നുന്ന ഫേറ്റൽ ഫോർവേ പോകും തോന്നുന്നടാ. അതെ, ഫോർവേക്കുള്ള പരിപാടിയായിരിക്കും ഇത്. ഭയങ്കര ഒരു കമോൺ ഫാറ്റും വന്ന് അതിന്റെ കൂടത്തെ കൂടും. ഇതിപ്പോ 4 പേരും കൂടെ കൂട്ടത്തിൽ അവസാനിക്കുമെന്ന് പറയാം. അല്ല കുഴപ്പമില്ല, ഫേറ്റൽ ഫോർവേ പോയാലും നൈസാ. അതെ അതെ, കോടിക്ക് ഇത്ര ഇടി കിട്ടിയിട്ടാ അന്ന് കോടി പിന്നെ ചാടി. ആർക്കെയോ ഔട്ട് ഓഫ് നോവെയർ. ഓ മൈ ഗാഷ്. ഓക്കെ, റാൻഡി ആർക്കെയോ ചെയ്ത് ആക്ച്വലി വിക്ടോറിയസ് ആയി. റാൻഡിയുടെ അപ്പൊ സെക്കൻഡ് ടൈം 3 എനിക്ക് തോന്നുന്നു ഡാനിയൽ ബ്രയൻ ആയിരുന്നു. ബ്രയൻ ആണോ? ബ്രയൻ അത്ര ഇല്ല. എനിവേസ് ഡാൻഡി ജയിച്ചിരിക്കുന്നു. അത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ ഓർത്തത് സെറ്റപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൂവിന്റെ ഈ കഥ എങ്ങോട്ടാ പോകുന്നത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം ട്രിപ്പിൾ ത്രെട്ട് ആക്കുമായിരിക്കും, അല്ല ഫേറ്റൽ ഫോർവേ ആക്കുമായിരിക്കും. നീ ഓർക്കുന്നില്ലേ മറ്റേ ഇഡിഗറുടെ മരിച്ച വർഷം റെയ് മിസ്റ്റീരിയോ റോയൽ റംബിൾ ജയിച്ചു, പക്ഷെ റാൻഡിയോട്ടനായിട്ട് അലമ്പായി അവസാനം അവര് ട്രിപ്പിൾ ത്രെട്ട് ആക്കി. അതുപോലൊരു കഥയിലോട്ട് കൊണ്ടുപോകായിരിക്കും. അതെ അതെ, ഇതിപ്പം ഓക്കെ. Customary pointing at the WrestleMania sign. Pyros goes off.
പക്ഷെ അങ്ങനാണെങ്കിൽ ഒരു രസമായിരിക്കും കേട്ടോ. ചിലപ്പോ ഇനി റാൻഡ് ഇതിനകത്ത് ഇതാവുകയാണെങ്കിൽ 17th വിക്ടറി എന്നുള്ളത് 17th ടൈറ്റിൽ അല്ല 15th. 15th ടൈറ്റിൽ എന്നുള്ളത് ഒരു ഇത് തന്നെയാണ്. ആകാംക്ഷ അതെ, പിന്നെ പരമായ ഓഫ് കോഴ്സ് കാര്യമാണ്. ജോൺസിനെ കഴിഞ്ഞാലോ എന്നാണെങ്കിലും അതെ അതെ റെക്കോർഡ് പൊട്ടിക്കണമെന്നില്ല, ചെയ്യണം ജോൺസിനായിട്ട് ടൈ ചെയ്യാനായിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ജോൺസൺ റിക്ഫ്ലെയറിന്റെ റെക്കോർഡ് പൊട്ടിക്കാനായിട്ട് എന്തുകൊണ്ടും യോഗ്യനായ അതെ അതെ ഒരാളാണ് അതെ അതെ റാൻഡി. തീർച്ചയായിട്ടും. എസ്പെഷ്യലി റിക്ലെയർ മറുകണ്ഠം ചാടിക്കൊണ്ട് അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടും അങ്ങോട്ട് ചാടും, എല്ലായിടത്തും പോയി ഇതാകും. ഇവരെന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി ഒറ്റയിടത്ത് തന്നെ നിന്നുകൊണ്ടല്ലേ. അതെ ഒറ്റയിടത്ത് തന്നെ നിന്ന്. അപ്പൊ അവർക്ക് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ. 17th ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 16th എങ്കിലും. അതെ, 16 ടൈ ജോൺസിയുടെ റെക്കോർഡ് ചെയ്ത നല്ലത്. പക്ഷെ അവനും താല്പര്യം ഉണ്ടാവുകയില്ലായിരിക്കും റിക്ഫ്ലെയറിന്റെ റെക്കോർഡ് പൊട്ടിക്കാനൊന്നും. കാരണം അവനും വളർന്നു വന്നത് മെന്ററില്. അതെ അതെ അതെ. അപ്പം അങ്ങനെ എലിമിനേഷൻ ചേമ്പർ കഴിഞ്ഞിരിക്കുകയാണ്. എലിമിനേഷൻ കഴിഞ്ഞു. ഇനി റെസ്ൽമേനിയ അടുത്ത ആഴ്ച, അടുത്ത മൺഡേയിൽ അറിയാൻ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഇതിന്റെ ലീഡ് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ആഴ്ചത്തെ റെസ്ലിംഗ് ഇവന്റ്സും അനാലിസിസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദി പ്രോ റെസ്ലിംഗ് അനലിസ്റ്റ്.